നമുക്ക് ഇന്ന് അതിഥികൾ ഉണ്ട്. അതിഥികൾ എന്ന് പറഞ്ഞാൽ മാലാഖ കുഞ്ഞുങ്ങൾ എന്ന് പറയാം. അവർ ആലപിച്ച ഗാനങ്ങളുമായി ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് അവരാലപിച്ച ഗാനങ്ങളുമായാണ് അവർ വരുന്നത്. സ്വാഗതം പുലർവേളയിലേക്ക് ജിനോ. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഞങ്ങൾ വരാൻ കേട്ടോ അങ്ങോട്ട്. പാട്ടൊക്കെ പാടിത്തരണേ. മുമ്പ് ചില കാര്യങ്ങൾ ചോദിച്ചോട്ടെ പാട്ടിനെ കുറിച്ച്. ഇതാണ് ആ CD പൈതൽ ഇത്തവണ ഇറക്കിയിരിക്കുന്നത്. പൈതലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പോലെ 23 കുഞ്ഞുങ്ങൾ ആലപിച്ചു എന്ന് പറയുന്ന ഗാനം. എനിക്ക് ഓർമ്മയുണ്ട് ശ്രേയയുടെ ആ പാട്ട് തന്നെ, ആ മേലെമാനത്തെ അത് തന്നെ ഒരു ആ പാട്ട് കേട്ടാൽ എങ്ങനെയാണ് ദൈവം വിളി കേൾക്കാതിരിക്കുക എന്നുള്ളൊരു ആ പാട്ട് കേട്ടപ്പോഴാണ് എനിക്ക് കുഞ്ഞുങ്ങളെ വെച്ച് തന്നെ ഒരു ആൽബം ചെയ്യണം എന്നുള്ള ആഗ്രഹം തോന്നിയത്. അപ്പൊ ഇപ്പൊ ഈ പാട്ടുകൾ എനിക്ക് തോന്നുന്നു അത്തരത്തിലൊരു കുഞ്ഞുങ്ങൾ തന്നെ ആലപിക്കും. അതായത് കുഞ്ഞുങ്ങൾ അവരുടെ ഒരു ആഗ്രഹം, താല്പര്യം, പ്രതീക്ഷകൾ, ഭക്തി അതൊക്കെ പ്രകടിപ്പിക്കുന്ന തരത്തിലാണോ അതോ അല്ലാതെ മറ്റു ലിറിക്സും ഒക്കെ പരീക്ഷിച്ചിട്ടുണ്ടോ ഈ പാട്ടുകൾ? ആദ്യമേ പറയട്ടെ, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം വളരെ സന്തോഷത്തിലാണ്. 23 ഇതുപോലത്തെ മാലാഖ കുഞ്ഞുങ്ങളുടെ കൂടെയായിരുന്നു ഒരു വർഷമായിട്ട്. ഒരു വർഷത്തെ നീണ്ട പ്രയത്നം. ഒരു വർഷം കൊണ്ടാണ് ഈ ഒരു 4 മാസം റെക്കോർഡിങ്ങിന് വേണ്ടി തന്നെ എടുത്തു. നമുക്കറിയാം ഒരു കുട്ടീനെ കൊണ്ട് തന്നെ പാടിക്കാൻ ഭയങ്കര പാടാണ്. ഇപ്പൊ 23 കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പാടിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. എറണാകുളം കണ്ടില്ലേ 4 വയസ്സുള്ളതിന് അത് സ്റ്റുഡിയോ ഒന്നും പാടാൻ. ഇതിൽ USA ഒരു കുട്ടിയുണ്ട്, അവരും ഇതുപോലെ 4 വയസ്സുള്ളൂ. 4 വയസ്സുള്ള ഒരു 3 കുട്ടികളുണ്ട്. ഇപ്പൊ ഇവർക്ക് സ്റ്റുഡിയോയിൽ എന്നാണ് റെക്കോർഡിംഗ് എന്നാന്ന് അറിയില്ല. അവര് സ്റ്റുഡിയോ വന്നിട്ട് പാടുന്നതിനിടയ്ക്ക് ഇറങ്ങി പോവുക, അവർക്ക് പേരൻസിനെ കാണാമെന്ന് പറയുക, അത് അങ്ങനെ ശ്രമകരമായ ഒരു ജോലിയായിരുന്നു. അപ്പോൾ അതെന്നാളും സാക്ഷാത്കരിച്ചു. 23 കുട്ടികൾ 11 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുണ്ട്. നമ്മളൊരു ഓഡീഷനിലൂടെയാണ് ഇവരെ തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ അത് വിജയമായാലും വളരെ സന്തോഷം. ഇവരെ കൊണ്ട് പാടിക്കുക വലിയ ശ്രമകരമായിരുന്നു. ഇവരുടെ പാട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് പറയും. അത് ഇതെന്താണെന്ന് അറിയിച്ചാൽ 11 പാട്ടുകളാണ് ഇതിനകത്തുള്ളത്. അതിലത്ത് ഒരു പാട്ട് മാത്രം ഇതിനകത്ത് 23 കുട്ടികളുണ്ടായി. 23 കുട്ടികളെ കൂടി ഒന്നിച്ചുകൊണ്ടാണ് ഒരു പാട്ട് പാടിയത്. അന്ന് ആഘോഷ ദിവസമായിരുന്നു. ഒരു പാട്ട് ഗ്രൂപ്പായിട്ടുള്ളൂ. അന്ന് ഇവരുടെ പേരൻസ് എല്ലാം കൂടി 190 പേരുണ്ടായിരുന്നു. വളരെ ആഘോഷം ആയിരുന്നു. പിന്നെ ബാക്കിയുള്ള 10 പാട്ടുകൾ നമുക്കറിയാം, സാധാരണ പാട്ടുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ സോളോ ആയിരിക്കും, അല്ലെങ്കിൽ ഡ്യുവറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ഗ്രൂപ്പ് സോങ് ആയിരിക്കും. ഇതിലെ ബാക്കി പാട്ടുകളൊന്നും ഈ ടൈപ്പിൽ പെട്ടതല്ല. 4-5 കുട്ടികൾ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് പാടിച്ചിട്ട് പിന്നെ ഗ്രൂപ്പിലേക്ക് വന്നൊരു വ്യത്യസ്ത രീതിയിലാണ് അത് ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. പാട്ടുകളെല്ലാം പിക്ചറൈസേഷൻ എല്ലാ പാട്ടുകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 2 പാട്ട് വെളി ചെയ്തിട്ടുണ്ട്. ഒരു സ്വിറ്റ്സർലൻഡിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ അയർലൻഡിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ പറഞ്ഞ പോലെ അന്യയുടെ കാര്യം പറഞ്ഞ പോലെ ചെറിയ കുട്ടിയാണ്, പ്രത്യേകിച്ച് അന്യ രാജ്യങ്ങളിൽ അവർ ജനിച്ചു വളരുകയും ചെയ്യുന്നു. എങ്ങനെയായിരുന്നു അവരെ പാട്ട് പഠിപ്പിച്ചെടുക്കുന്നില്ല? മലയാളം വാക്കുകൾ തന്നെ നമ്മൾ കുറച്ച് കാവ്യഭംഗിയുള്ള വാക്കുകൾ എന്ന് പറയുമ്പോൾ അവർ കേട്ടിട്ടുള്ള വാക്കുകൾ തന്നെ ആവണമെന്നില്ല. എത്രത്തോളം ശ്രമകരമായിരുന്നു? നമ്മൾ ആദ്യമേ പാട്ട് അയച്ചു കൊടുത്തു. അവർ പേരൻസ് ഇതിനകത്ത് 180 കുട്ടികളുണ്ടായിരുന്നു. നമ്മളൊരു ഓഡീഷനിൽ സോഷ്യൽ മീഡിയയിലൂടെ പരസ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. കുട്ടികളെ വെച്ച ആൽബത്തിലേക്ക് താല്പര്യമുള്ള അപേക്ഷ കൊടുക്കാൻ വേണ്ടി 186 അത്രയും കുട്ടികളുണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും നന്നായിട്ട് പാടിയ പിള്ളേർ തന്നെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലർ ചോദിച്ചു ഇതിനകത്ത് പെൺകുട്ടികൾ മാത്രമേ ഉള്ളൂ. അപ്പം മാലാ കുഞ്ഞുങ്ങൾ ആൺകുട്ടികളില്ലെന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ആൺകുട്ടികൾ വളരെ കുറച്ച് പേരായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കുട്ടികളിൽ 11 രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട്. അതിനകത്ത് ഈ USA എന്നുള്ളൊരു മിയാമോൾ എന്നൊരു കുട്ടിയുണ്ട്. അത് ആ കുട്ടിയുടെ പാട്ട് കേൾക്കുമ്പോൾ അറിയാം മലയാളം ഇംഗ്ലീഷും അല്ലാത്ത രീതിയിലാണ്. പക്ഷെ അത് കേൾക്കാൻ ഭയങ്കര ഭംഗിയാണ്, കേൾക്കാൻ ഭയങ്കര ഭംഗി. അപ്പോൾ ഇവർക്ക് നേരത്തെ പാട്ടുകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാട്ട് അയച്ചു കൊടുത്തു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ അവർ പ്രാക്ടീസ് ചെയ്തിട്ട് വന്നിട്ട് പാടി. പക്ഷേ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. എല്ലാം ടാലൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ മൾട്ടി ടാലൻ്റ് കുട്ടികളാണ് ഇവരെല്ലാവരും. നേരത്തെ തന്നെ ഇപ്പൊ ഈ കുട്ടികളെ ഓഡീഷന് വേണ്ടി സെലക്ട് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഈ പാട്ടുകളെല്ലാം തയ്യാറായിരുന്നില്ലേ? പാട്ടുകൾ നേരത്തെ തന്നെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് ആദ്യം പറയട്ടെ, ഇതിനകത്ത് പാട്ടുകൾ എഴുതിയിരിക്കുന്ന മനോജ് ചിലവെങ്കിൽ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്. ഒത്തിരി ഹിറ്റ് പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ മൈക്കിൾ പനച്ചിക്കലച്ചൻ, നമ്മുടെ മേലെമാനത്തെ ഈശോയ്ക്ക് എഴുതിയ അച്ഛനുണ്ട്. പിന്നെ ലിജോഷ് സണ്ണി, ഇവരാണ് എഴുതിയിരിക്കുന്നത്. സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് നെൽസൺ പീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഗീത സംവിധാനമാണ്. അപ്പോൾ ഇത് നേരത്തെ ഒരു വർഷം മുമ്പ് തന്നെ ഇതിനുള്ള ബാക്കിയെല്ലാം അണിയറയിൽ ഒരുക്കി വെച്ചിട്ടാണ് ഇവരുടെ സെക്ഷനിലേക്ക് റെക്കോർഡിംഗിലേക്ക് കടന്നിട്ടുള്ളത്. ഈ ഒരു ഉണ്ണീശോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ടുകളാണോ എല്ലാം? ക്രിസ്മസിനുള്ള പാട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ശ്രേയക്കുട്ടിയും അതുപോലെ ജെന്നിഫറൊക്കെ കൂടി പാടിയ മുല്ലപ്പൂവിൻ്റെ കവിളിൽ കാണാനൊരു പാട്ടുണ്ട്. അത് ഇവർക്കറിയാം, നന്നായിട്ട് പാടുന്നതാണ്. ആ പാട്ട് ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ നമ്മൾ ജനറലായിട്ട് ഇറക്കിയിരിക്കുന്നത്. ഇപ്പം ഞാൻ 16 വർഷമായി 102ാമത്തെ ആൽബമാണ്. അപ്പോൾ ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് ഇറക്കുന്ന ആൽബങ്ങൾ നമുക്കറിയാം. ക്രിസ്ത്യൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് തന്നെ ഒത്തിരി സഭകളുണ്ട്. കാത്തലിക്, മാർത്തോമ, മലങ്കര, യാക്കോബായ സഭകളുണ്ട്. ഇപ്പം എല്ലാവർക്കും കൂടി ഉപയോഗിക്കാവുന്ന പാട്ടുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു പാട്ട് ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്ക് കുട്ടികളോട് ചോദിക്കാം അവരുടെ ഒരു ഇത് എന്തായിരുന്നു പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി. അങ്ങ് അറ്റ നിൽക്കുന്ന ആവണി, അന്ന, ജെന്നിഫർ, ഇവര് 3 പേരും ഈ 23 മാലാഖകളിലെ 3 മാലാഖ കുട്ടികളാണ്. മോളെ ആവണിക്ക് എന്താ തോന്നിയത് ഈ ഒരു പാട്ടെല്ലാം പാടിക്കഴിഞ്ഞപ്പോൾ? എങ്ങനെ എത്രത്തോളം രസകരമായിട്ടാണ് മോള് പാട്ടെല്ലാം പാടി തീർത്തേ? പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് കൂടുതൽ സന്തോഷമാണ് ഉണ്ടായത്. എല്ലാവരുടെ കൂടെയും ചേച്ചിയും ജിനോ
ജിനോകൾ കൊറേ സപ്പോർട്ട് ചെയ്തു. തെറ്റൊക്കെ ഉണ്ടാവുമ്പോ അത് പറഞ്ഞു തരികയൊക്കെ ചെയ്തു. മോളോ അന്ന മോക്ക് എത്രത്തോളം ഭയങ്കര ആരാ പറഞ്ഞ മോളോട് ഇങ്ങനെ ഒരു പാട്ട് പാടണം, പാട്ട് എന്നിട്ട് ആരാ പഠിപ്പിച്ചത്? മുതലേ പാട്ട് ഇഷ്ടമായിരുന്നു. ആ പണ്ട് മുതൽ ഞാൻ മറ്റേ പഞ്ചാടി കാണുന്ന പാട്ടെല്ലാം ഞാൻ പണ്ട് പാടുമായിരുന്നു. അപ്പം അമ്മ പറയും അങ്ങനെയുള്ള പാട്ട് മൈക്ക് ഇങ്ങനെ വെച്ചിട്ട് പാട്ട് പാടും എന്ന് പറഞ്ഞ് അമ്മയുടെ ജിനോങ്ങളുടെ. ഈ പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? ഈ പാട്ട് ഇപ്പൊ ഈ ആൽബത്തില് ഈ ജിനോങ്ങളുടെ ആൽബത്തിൽ പാടിയില്ലേ? സൂപ്പർ ആയിരുന്നു, എല്ലാ പാട്ടും സൂപ്പർ. അന്നറോസൊക്കെ കത്തി കയറി പാടിയാണ്. ജെനിഫർ ഇതിൽ എത്ര പാട്ട് പാടിയിട്ടുണ്ട്? ഇതിൽ ഞാൻ 5 പാട്ട് പാടി. 5 പാട്ട് പാടിയിട്ടുണ്ട്. മോൾ എവിടെയാ, സ്ഥലം എവിടെയാ? എന്റെ മാലിപ്പുറം വൈപ്പിൻ അവിടെയാണ് അല്ലേ? അപ്പൊ അതിന് അച്ഛൻ ഇതിലേക്ക് ആപ്ലിക്കേഷൻ അയച്ച് മോക്ക് പാടാൻ പറ്റും എന്നെല്ലാം പറഞ്ഞ അങ്ങനെയാണ്. മോള് ചെറുപ്പത്തിലെ പാട്ട് കുറച്ചുകൂടെ കുഞ്ഞിലേ തന്നെ പാട്ട് പഠിക്കുന്നുണ്ട്? ഞാൻ 2ാം ക്ലാസ് മുതൽ പാട്ട് പഠിക്കാൻ തുടങ്ങി. അത് ശരി, 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട് അല്ലേ? ഇവരെല്ലാരും ഇവരുടെ പേരൻസ് എല്ലാവരും അത്യാവശ്യം നന്നായിട്ട് പാടുന്നവരാണ് എല്ലാവരും തന്നെ. ചില ആൾക്കാരുടെ പേരൻസിന് പാട്ട് കേട്ടിട്ട് അവർ അടുത്ത ആൽബത്തിൽ പാടിച്ചാലോ എന്ന് പോലും തോന്നിപ്പോയിട്ടുണ്ട്. നല്ല രസമായിട്ട് പാടുന്ന ആൾക്കാരാണ്. നമുക്ക് എന്നാലും ഈ ഒരു ആൽബത്തിലെ ഒരു പാട്ട് നിങ്ങൾ 3 പേരും കൂടെ പാടിയ പാട്ടുണ്ടോ? നേരത്തെ ഗ്രൂപ്പായിട്ട് പാടിയതില് അതായിരിക്കും നല്ലത്. നല്ല 3 പേരും കൂടി പാടാം. ശരി, അപ്പൊ ആ പാട്ടൊന്ന് പാടിക്കേ. മുല്ലപ്പൂവിന്റെ കവിളെ കാണാം ഉണ്ണീശോയുടെ പാൽപുഞ്ചിരി, പുല്ലിനാവിന്റെ തുമ്പിൽ കാണാം ഉണ്ണിക്കണ്ണീരു മിന്നുന്നതും. ഞാൻ കണ്ടേ എന്നീശോയെ കാലിത്തോഴുത്തിലെ പൊന്നീശോയെ. ഞാൻ കണ്ടേ എന്നീശോയെ കാലിത്തോഴുത്തിലെ പൊന്നീശോയെ. കൂട്ടുകൂടാൻ വാ കുളിരേറ്റുവാൻ, കൂട്ടുകൂടാൻ വാ കുളിരേറ്റുവാൻ. മുല്ലപ്പൂവിന്റെ കവിളെ കാണാം ഉണ്ണീശോയുടെ പാൽപുഞ്ചിരി, പുല്ലിനാമിന്റെ തുമ്പിൽ കാണാം ഉണ്ണിക്കണ്ണീരു മിന്നുന്നതും. ആ അഭിനയത്തിന്റെ തന്നെ ഒരു മൂഡിലാണെന്ന് തോന്നുന്നു. അന്നയൊക്കെ ഇപ്പോഴാണ് ആ ഒരു റെക്കോർഡിങ്ങിന്റെ സ്റ്റുഡിയോയിൽ തന്നെയായിരുന്നു. സ്റ്റുഡിയോയിൽ പാട്ടിനേക്കാളും കൂടുതൽ ആക്ഷൻസ് ആയിരുന്നു. മിടിക്കായിട്ട് പാടി, അവരെല്ലാം എന്നിട്ട് പാടി. ഈ പാട്ട് ശ്രൈക്കുട്ടിയാണ് ഇത് ലീഡ് ചെയ്തേക്കുന്നത്. ഈ പാട്ട് ലീഡ് ചെയ്തിരിക്കുന്ന പാട്ടുകൾ നന്നായിട്ട് പാടിയിട്ടുണ്ട്. ഈ ജെനിഫർ പിന്നെ പാടിയ ഒരു പാട്ട് ഏതാ? ഇനി ഓരോരുത്തരും ഒറ്റയ്ക്ക് ഓരോ പാട്ടും കൂടെ നമുക്ക് പാടിത്തരുമോ? മോള് ആ പാട്ട് പാടിക്കാൻ നോക്കട്ടെ. വിണ്ണിലെ മാലാഖമാരേ വരൂ, മണ്ണിലെ താരങ്ങളാകാൻ വരൂ, തൂവെള്ള ചിറകിലേറി വരൂ, കുഞ്ഞിളം കൈകളിൽ ചേർന്നു നിൽപ്പൂ, കാവലായി മാറിടണം, ജീവനായി വാണിടണം, മഞ്ഞിന്റെ വെണ്മയുള്ളിൽ നിറയ്ക്കൂ, വിണ്ണിലെ മാലാഖമാരേ വരൂ, മണ്ണിലെ താരങ്ങളാകാൻ വരൂ. നന്നായിട്ടുണ്ട് കേട്ടോ. ജെന്നിഫർ ഇപ്പൊ ഈ പൈതൃകാലത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഔസേപ്പച്ചൻ സാറിന്റെ പുതിയ പടത്തിലൊക്കെ വിളിച്ചു പാടി കുറെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. നല്ല വാർത്തകളാണ് ക്രിസ്മസിന്. ഇനി അടുത്ത ആള് അന്നക്കുട്ടി പാടിക്കോ. അന്നക്കുട്ടിക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് ഇതിലെ. മാനം പാടികൾ പാടുന്ന പോലെ വാഴ്ത്തുന്നു ദൈവമേ നിന്റെ നാമം, മാനം പാടികൾ പാടുന്ന പോലെ വാഴ്ത്തുന്നു ദൈവമേ നിന്റെ നാമം, വാനിൽ വാടുന്ന രാജാതിരാജ ഇനാളും നിൻ രാജ്യം വന്നിടണം, വാനിൽ വാഴുന്ന രാജാതിരാജ പരാഗി നിന്നും നിന്നെ ഞങ്ങൾ വട്ടിയിടുന്നു, തപ്പുകളും തമ്പുരും കിന്നരമണി വീണകൾ മീറ്റ് ഞങ്ങൾ നാഥനെ പാടി വാട്ടിടാം, തപ്പുകളും തമ്പുരും കിന്നരമണി വീണകൾ വാദ്യഘോഷത്തോടെ ഞങ്ങൾ പാടി വാട്ടിടാം.
ഇതാണ് ആ ഗ്രൂപ്പ് സോങ്. 23 കുട്ടികൾ കൂടി പാടിയതാണ്. അതിന്റെ അന്നമോളും ഉണ്ടായിരുന്നു. ഒരാള് മതി. പക്ഷെ മോള് പാടിക്കോ. ദൈവം മിണ്ടി താതനല്ലേ, എന്നും മിണ്ടി കൂടിയില്ലേ, കരഞ്ഞാൽ കണ്ണീരൊപ്പം കാരുണ്യമല്ലേ, കാത്തിരുന്ന സ്നേഹമല്ലേ, കാവലായ ദീപമല്ലേ, വിളിച്ചാലോടെത്തും വാത്സല്യമല്ലേ, കവിളോരം ചേർത്തിടും കരതാരിൽ കാത്തിടും, കാണാക്കണ്ണിൽ കൗതുകമായി ഈശോ, കവിളോരം ചേർത്തിടും കരതാരിൽ കാത്തിടും, കാണാക്കണ്ണിൽ കൗതുകമായി ഈശോ. നന്നായിട്ടുണ്ട് മക്കളെ, നന്നായിട്ടുണ്ട്. ഈ ലിറിക്സ് രണ്ടുപേര് ചേർന്നിട്ട് 3 പേരുണ്ട് അല്ലേ? ചില വരികൾ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ഇപ്പം ക്രിസ്തീയ ഭക്തി ഗാനം CD ആണ് എന്ന് പറയാൻ പറ്റില്ല. ദൈവത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന അല്ലെ, അത് ദൈവമാണെങ്കിലും അടുത്ത് നിൽക്കുന്ന ഒട്ടേറെ വരികൾ അതിനകത്ത് ഉണ്ട്. വളരെ നല്ല ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനത്തെ പാട്ടുകൾ എല്ലാവർക്കും കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കുട്ടികൾക്ക് അങ്ങനെ ഒരു നമുക്ക് കുട്ടികൾക്ക് എടുത്താൽ പൊങ്ങാത്ത വരികളുമല്ല, പക്ഷെ വളരെ എല്ലാവർക്കും കുട്ടികൾക്ക് ഇതിപ്പോ കേൾക്കുന്ന കുട്ടികൾക്കും പാടണമല്ലോ. അല്ലെങ്കിൽ ഇതിപ്പോ കുട്ടികളുടെ ആൽബമാണെങ്കിൽ ഇത് എല്ലാവർക്കും കൂടി ആസ്വദിക്കാവുന്ന രീതിയിലാണ് അത് തയ്യാറാക്കിയിരിക്കുന്നത്. പിന്നെ ആൽബത്തെ പോലെ തന്നെ നാളേക്കുള്ള ഒരുപാട് താരങ്ങളെ കൂടിയാണല്ലേ. പറഞ്ഞ പോലെ ഔസേപ്പച്ചന്റെ പാടാൻ ഇറങ്ങുകയാണ് ആദ്യത്തെ ആള്. കുറെ പേരുണ്ട്. ഫിലിം ഇപ്പം എം ജയന്ദ്രൻ സാറിന്റെ പുതിയ ഒരു മമ്മൂട്ടി പടത്തിലേക്ക് വേണ്ടിയിട്ട് ഇതിന് നമ്മുടെ ഈ ആൽബത്തിൽ 3 കുട്ടികളെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറെ ആൾക്കാർ ഇപ്പം പൈതൽ ആൽബത്തിൽ കുട്ടികളെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒത്തിരി പേര് വരുന്നുണ്ട്. അത് കുട്ടികൾക്ക് വലിയ അനുഗ്രഹമാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് കുട്ടികളെ ഇഷ്ടമാണ്. അത് തന്നെയല്ല, ഈ 102 ആൽബങ്ങളിലും മിക്ക ആൽബങ്ങളിലും കുട്ടികളുടെ ഒരു പാട്ടെങ്കിലും ഉണ്ടാവും. അതാണ് നമ്മുടെ ശ്രീകുട്ടിയുടെ മേരെ മാനത്തെ ഈശോ. കഴിഞ്ഞ വർഷം ദൂരെ ദൂരെ എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെ വന്നിരുന്നു എന്നെ കുട്ടിയുടെ പാട്ട്. അങ്ങനെ അപ്പം കുട്ടികളെ പിന്നെ ഇതിനകത്ത് വേറെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതൊരു ബിഗ് ബഡ്ജറ്റ് ആൽബമാണ്. അപ്പോൾ സാറിന് ഇപ്പോൾ ഓഡിയോ CD ഒക്കെ വളരെ പ്രതിസന്ധി ഉള്ളപ്പോഴും ബിഗ് ബഡ്ജറ്റ് ഇറക്കാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ അതിലേക്ക് വരികയായിരുന്നു. കാരണം ഈ CD എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും മുമ്പത്തെ ഒരു വിപണി ഇപ്പോൾ ഇല്ലല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് അതിനെ മറികടക്കാൻ ശ്രമിച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഇതിപ്പം എൻ്റെ ഈ CD നിർമ്മാണവും അല്ലെങ്കിൽ ഇതുകൊണ്ട് ബന്ധപ്പെട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിസിനസ്സിനേക്കാൾ ഉപരി ഒരു പ്രഘോഷണം പോലെയാണ്. പിന്നെ വേറെ 22ഓളം രാജ്യങ്ങൾ റിലീസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 30 രാജ്യങ്ങൾ മൊത്തം ടാർഗറ്റ് ഇട്ടിട്ടുണ്ട്. അത് ഒരുപാട് നല്ല സുഹൃത്തുക്കളുടെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഈ സോഷ്യൽ മീഡിയ ഒക്കെ സജീവമായതുകൊണ്ട് 22 രാജ്യങ്ങൾ റിലീസ് ചെയ്തു. ചില സ്ഥലങ്ങളിൽ നമുക്കറിയാം, സൗദി അറേബ്യ, കുവൈറ്റിൽ നിന്നും ഈ ഭയങ്കര ബാൻഡാണ്. എങ്കിലും അവിടെ ഒറിജിനൽ CD അതിനായി പോകുന്നവരുടെ എല്ലാം കുറേ കോപ്പി കൊടുത്തു വിട്ട് ഒക്കെ എത്തിച്ച് എല്ലായിടത്തും നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. പിന്നെ CD തിരിച്ചൊന്നും കിട്ടുന്നില്ല, വളരെ കുറവാണ് കിട്ടുന്നത്. പക്ഷെ ഒരുപാട് പേരുടെ സപ്പോർട്ടുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾ പാടിയതുകൊണ്ട് പ്രത്യേക ഇഷ്ടം ആളുകൾക്കുണ്ടാവും. കുട്ടികളുടെ തന്നെ ഒരു ആൽബം ഇതിനു മുമ്പ് ഇങ്ങനെ റിച്ച് ആയിട്ടുള്ള ആൽബം. പിന്നെ സൗത്ത് ഇന്ത്യയിലെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെ പിന്നണി വായിച്ചാണ്. എ റഹ്മാന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് എൻ്റെ പ്രോഗ്രാമിംഗ് ചെയ്തിരിക്കുന്നത്. ചെന്നൈയിലായിരുന്നു കൂടുതൽ വർക്കുകൾ. പിന്നെ മിക്സ് ചെയ്തിരിക്കുന്നത് ഒരുപാട് അവാർഡ് മേടിച്ചിട്ടുള്ള രഞ്ജിത്താണ്. അങ്ങനെ ഏതായാലും ഈ ഒരു ഉദ്യമത്തിന് വളരെയധികം നന്ദി കൂടി ഞങ്ങൾക്ക് പറയാനുണ്ട്. കാരണം എല്ലാ വർഷവും കൃത്യമായിട്ട് ഇതിന്റെ ഒരു ലാഭം ഒന്നും നോക്കാതെ ഈ ഒരു മേഖലയിൽ ഇറങ്ങുന്നു എന്ന് പറയുന്നതും ഇതുപോലെയുള്ള കുട്ടികളെ കണ്ടുപിടിച്ച് മറ്റുള്ള ലോകത്തിന് മുമ്പിൽ നിർത്തുന്നു എന്ന് പറയുന്നതും ഒക്കെ വലിയ കാര്യം തന്നെയല്ലേ. ഈ ഒരു ക്രിസ്മസിന് വളരെ ആ തരത്തിലുള്ള ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങൾക്ക്. പിന്നെ വേറെ ഏറ്റവും ഈ പിള്ളേർക്ക് 23 പേര് കൂടി പാടിയാന്ന് ശ്രേക്കുട്ടിയായിരുന്നു ലീഡർ. ഇവർക്കൊക്കെ ആദ്യമായിട്ട് പാടുന്ന പിള്ളേരെ കൂടുതലും. അപ്പൊ ഇവര് ശ്രേക്കുട്ടിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ കുട്ടികളൊക്കെ ഒരുങ്ങി വന്നാണ്. ശ്രേക്കുട്ടീനെ കാണണം, ശ്രേക്കുട്ടിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി. അന്ന് അവിടെ പാട്ടിനേക്കാളും കൂടുതൽ ശ്രേക്കുട്ടിയുടെ ഫോട്ടോ എടുക്കാനുള്ള ഇടിയും ബഹളമായിരുന്നു. അന്ന് ഇവരെ ഗൈഡ് ചെയ്തൊക്കെ ശ്രേക്കുട്ടിയാണ്. ഇവർക്കെല്ലാം ഹീറോ ആയിരുന്നു അന്ന് ശ്രേക്കുട്ടി. ഏതായാലും താങ്കൾക്കും ഒപ്പം ഈ 23 കുട്ടികൾക്കും വളരെ നല്ലൊരു ഭാവി ഞങ്ങൾ ആശംസിക്കുകയാണ്. ഇനി അങ്ങോട്ട് എല്ലാ സിനിമകളിലും പാടി ഇതുപോലെ ഒരുപാട് CD-യിലും ഒക്കെ പാടി വലിയ വലിയ ഗായികമാരാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ മക്കളെ. വളരെ നന്ദി പുലർവേളയിൽ അതിഥിയായി വന്നതിനും ഈ ക്രിസ്മസ് ഇത്രയും നല്ലൊരു ദിവസമാക്കി തുടങ്ങാൻ കഴിഞ്ഞതിലും സന്തോഷം. മനോരമ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പൈതൽ കുടുംബത്തിന്റെ ക്രിസ്മസിന്റെ ആശംസകൾ നേരെയാണ്. നന്ദി, നമസ്കാരം.